നമസ്കാരം. പേപ്പർ പോയിന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മാതൃഭൂമി വളരെ പ്രാധാന്യത്തോടു കൂടി രണ്ട് വാർത്ത കൊടുത്തിരിക്കുന്നു. ലീഡ് ഹെഡിംഗ് ആയിട്ട് ഇതെന്ത് കേരളം എന്ന് ചോദിച്ചുകൊണ്ട് മോഷണ കുറ്റം ആരോപിച്ച് വാളയാറിൽ ഛത്തീസ്ഗഡ് സ്വദേശിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ വീണ്ടും ഒരു മധു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. രാംനാരായൺ അവയ്യാർ ഛത്തീസ്ഗഡ് സ്വദേശിയാണ്. ഇദ്ദേഹത്തെ വാളയാർ അട്ടപ്പള്ളത്ത് വെച്ചാണ് ഒരു സംഘം ക്രിമിനലുകൾ ക്രൂരമായി കൊലപ്പെടുത്തിയത്. മറ്റൊന്ന്, ഗർഭിണിയുടെ കരണത്തടിച്ച് ഇൻസ്പെക്ടർ. ദൃശ്യങ്ങൾ കിട്ടിയത് നിയമ പോരാട്ടത്തിനൊടുവിൽ ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ. 2024 എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നടന്ന അതിക്രൂരമായ പോലീസിന്റെ അതിക്രമത്തിന്റെ വാർത്തയാണ് മാതൃഭൂമി മറ്റു പ്രധാന ഒരു വാർത്തയായി കൊടുത്തത്. ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ എന്നും പോലീസിന്റെ ഇടിക്കഥ, ഇതിന്റെ കൃത്യം ദൃശ്യങ്ങൾ സഹിതം വിവരിച്ചുകൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത നൽകിയിരിക്കുന്നത്. മലയാള മനോരമയിലും പ്രധാന വാർത്ത ഇത് രണ്ടുമാണ്. കേരള മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള രണ്ട് വാർത്തയാണ്. ആൾക്കൂട്ടക്കലിയിൽ ഒരു ജീവൻ കൂടി. അതിഥി തൊഴിലാളി ചോര തുപ്പി മരിച്ചു. മോഷ്ടാവെന്ന് ആരോപിച്ച് ക്രൂരമർദ്ദനം. 5 പേർ അറസ്റ്റിൽ. മോഷ്ടാവെന്ന ആരോപണമാണ്, മോഷ്ടാവാണോ എന്ന് പോലും അറിയില്ല. പാലക്കാടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ആ വാർത്തയും അതിന്റെ ചിത്രങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ചേട്ടൻ പറഞ്ഞതുപോലെ മധുവിനെ ഓർക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണിത്. രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് ഗർഭിണിക്ക് കരണത്തടി, മർദ്ദിച്ച ഇൻസ്പെക്ടർ KG പ്രതാപചന്ദ്രന് സസ്പെൻഷൻ. ദൃശ്യങ്ങൾ ലഭിച്ചത് നീണ്ട നിയമയുദ്ധത്തിനൊടുവിൽ. പോലീസ് മർദ്ദനം വീണ്ടും. CCTV ദൃശ്യങ്ങൾ പുറത്തെന്ന് പറഞ്ഞ് ആ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് മലയാള മനോരമ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മാതൃഭൂമി ആദ്യ പേജിൽ തന്നെയുള്ളത്. മുഖ്യമന്ത്രിക്കുള്ള ED നോട്ടീസിന്റെ സ്റ്റേ. മസാല ബോണ്ട് കേസിൽ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് കിഫ്ബി ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന് ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിലെ നടപടി ഹൈക്കോടതി 3 മാസത്തേക്ക് സ്റ്റേ ചെയ്തു എന്ന വാർത്ത മാതൃഭൂമി വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ഓർഡർ ഓഫ് ഒമാൻ മോദിക്ക് സമ്മാനിച്ചു. ഒമാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ഒമാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സമ്മാനിച്ചു എന്ന വാർത്തയും മാതൃഭൂമിയുടെ ഒന്നാം പേജിലുണ്ട്. അത് ഇരുവരുടെയും ചിത്രങ്ങൾ സഹിതമാണ് മാതൃഭൂമി ആ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയുള്ളത്, തൊഴിലുറപ്പ് ഭേദഗതി ബിൽ ലോക്സഭ കടന്നു. പാർലമെന്ററി സമിതിക്ക് വിടണമെന്ന ആവശ്യം തള്ളി. നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധങ്ങളെ മറികടന്നാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കൊണ്ടുവന്ന VB-G ബിൽ, തൊഴിലുറപ്പ് ഭേദഗതി ബില്ലിൽ ലോക്സഭ പാസാക്കിയതെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ മറ്റൊരു വാർത്തയുള്ളത്, കേന്ദ്രം കണ്ണുരുട്ടി ചലച്ചിത്രമേളയിൽ വിലക്കിയ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കില്ല. കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കാത്ത സിനിമകൾ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ കേന്ദ്രം സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിനും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വിലക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപ മന്ത്രാലയം കത്തു നൽകി. ഇതോടെ സിനിമകൾ പ്രദർശിപ്പിക്കുന്നത് സർക്കാർ പിന്മാറി. ഈ വാർത്തയും മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ടയർ പൊട്ടിയ വിമാനത്തിന് സുരക്ഷിത ലാൻഡിംഗ്. ടയർ പൊട്ടിയ ജിദ്ദ കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിത ലാൻഡിംഗ് എന്നും കോഴിക്കോട് ജിദ്ദ വിമാനമാണ് കൊച്ചിയിൽ ഇറക്കിയതെന്നും മാതൃഭൂമിയുടെ ആദ്യ പേജിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ള SIR സമയം നീട്ടൽ പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി. കേരളത്തിലെയും ഉത്തർപ്രദേശിലെയും വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണ SIR നടപടികളുടെ സമയം നീട്ടുന്നത് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ട വാർത്തയും മാതൃഭൂമിയുടെ അതിന്റെ ഏറെ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. മനോരമയുടെ ഒന്നാം പേജിൽ ഇനിയുള്ള വാർത്ത എന്ന് പറയുന്നത്, ഇന്ത്യൻ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചു. തുറന്ന് ഒമാൻ വാതിൽ. ഇന്ത്യയിൽ നിന്നുള്ള ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും നികുതിയില്ല. കൂടുതൽ തൊഴിലവസരങ്ങൾ. സേവന മേഖലയിലും സാധ്യത എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. പിന്നീട് കൊടുത്തിരിക്കുന്ന വാർത്ത, ടയർ പൊട്ടിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സുരക്ഷിതമായി ഇറങ്ങി. കൊച്ചിയിൽ ആശങ്കയുടെ ലാൻഡിംഗ് എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്, 6 സിനിമകൾ വിലക്കി കേന്ദ്രം, വഴങ്ങി കേരളം. നമുക്കറിയാം, കേന്ദ്രം 14 സിനിമകളുടെ മേൽ വിലക്ക് വന്ന സമയത്തും കേരളം പറഞ്ഞിരുന്നു ആ 14 സിനിമകളും കേരളത്തിൽ IFFKക്ക് പ്രദർശിപ്പിക്കുമെന്ന്. എന്നാൽ 6 സിനിമകൾ വിലക്കി കേന്ദ്രം. കേന്ദ്രത്തിന്റെ വിലക്കിന് വഴങ്ങി കേരളം. പിന്നെ MP-മാരുടെ സമരം. ക്രൈസ്തവർക്കെതിരെ അതിക്രമം. UDF MP-മാർ പ്രതിഷേധിക്കുന്ന ഒരു ചിത്രവും അതിന്റെ ഒരു വാർത്തയും മലയാള മനോരമ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമിയുടെ 5-ാം പേജ് വാർത്തയും വീക്ഷണവും പേജിൽ, ജയിൽ DIGക്ക് സസ്പെൻഷനുടൻ പരോളിന് കൈക്കൂലി. കൊടിസുനിക്ക് പുറമെ അണ്ണൻ സജിത്തും പടി നൽകി. TP വധക്കേസ് പ്രതികളായ കൊടിസുനിക്കും അണ്ണൻ സജിത്തിനും വഴിവിട്ട് പരോൾ ഉൾപ്പെടെയുള്ള സഹായം നൽകി കൈക്കൂലി വാങ്ങിയ ജയിൽ DIG MK വിനോദ് കുമാറിനെ ഉടൻ സസ്പെൻഡ് ചെയ്യും. വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടിയെന്നും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. പോറ്റിയെ കേറ്റിയ പാട്ട് അണിയറക്കാർക്ക് നോട്ടീസ്. പാട്ട് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടും എന്ന വാർത്തയും
മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തകൾ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് വിലക്ക് ഹൈക്കോടതി നീട്ടി എന്നും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് ഹർജി പരിഗണിച്ചതെന്നും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ 2 കോർപ്പറേഷനിലെ മേയർമാരുടെ വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് മേയറായി CPM കോഴിക്കോട് നോർത്ത് ഏരിയ കമ്മിറ്റി അംഗം O സദാശിവൻ കോഴിക്കോട് മേയറായി മത്സരിക്കും. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ UDF നിലനിർത്തിയ കണ്ണൂർ കോർപ്പറേഷനിൽ P ഇന്ദിര മേയറാകുമെന്നും മാതൃഭൂമിയിൽ വാർത്തയുണ്ട്. സാഹിത്യ അക്കാദമി പുരസ്കാര പ്രഖ്യാപനം വിലക്കി കേന്ദ്രം, പത്രസമ്മേളനം അവസാന നിമിഷം റദ്ദാക്കി, നടപടി ചരിത്രത്തിലാദ്യം. ഈ വാർത്തയും മാതൃഭൂമിയുടെ 5-ാം പേജിൽ വിശദമായി നൽകിയിട്ടുണ്ട്. മനോരമയുടെ 4-ാം പേജിൽ ഒരു പ്രധാന വാർത്തയെ കൊടുത്തിരിക്കുന്നത് മസാല ബോണ്ട് തുടർ നടപടികൾ 3 മാസത്തേക്ക് സ്റ്റേ ചെയ്ത ഹൈക്കോടതി. നടപടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഹർജിയെ തുടർന്ന്. പിന്നെ കൊടുത്തിട്ടുള്ളൊരു വാർത്ത, ഇടതുപക്ഷത്തിനുണ്ടായ പരാജയം താൽക്കാലികമെന്ന് പന്ന്യൻ രവീന്ദ്രൻ. മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പറയുന്നത്, തൊഴിലുറപ്പിൽ പുകമറ, കോൺഗ്രസിന്റെ പരാജയങ്ങളുടെ സ്മാരകമെന്ന നിലയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തന്റെ സർക്കാർ നിലനിർത്തുമെന്ന പ്രധാനമന്ത്രിയെ അധികാരമേറ്റ് ഏറെ വൈകാതെ നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിൽ പ്രസ്താവിക്കുകയുണ്ടായി. പറഞ്ഞ പോലെ തന്നെ പദ്ധതി നിലനിർത്തുകയും അതിനെ പരമാവധി ക്ഷീണിപ്പിക്കുകയും ചെയ്യുക എന്ന തന്ത്രമാണ് NDA സർക്കാർ ഇക്കാലം അത്രയും പ്രയോഗിച്ചത്. UPA സർക്കാർ സതുദ്ദേശപൂർവ്വം ആവിഷ്കരിച്ചൊരു പദ്ധതിയെ നിഷ്കാസനം ചെയ്യാനുള്ള പുറപ്പാടിലാണ് ഇപ്പോഴത്തെ കേന്ദ്ര ഭരണകൂടമെന്ന മാതൃഭൂമി എഡിറ്റോറിയൽ വളരെ കൃത്യമായി കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിമർശിക്കുകയാണ്. മലയാള മനോരമയുടെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്, അധികാരത്തിനൊരു പാരഡി, ആവിഷ്കാര സ്വാതന്ത്ര്യം പാർട്ടിയുടെ യുക്തം പോലെ. ഒരേ കാര്യത്തിൽ സൗകര്യപൂർവ്വം വ്യത്യസ്ത നിലപാടുകൾ എടുക്കാൻ മടിയില്ലാത്ത ഇടതു സർക്കാരും CPM എന്ന പാർട്ടിയും നിലപാടുകളെ കുറിച്ചുള്ള ഏതു രാഷ്ട്രീയ പഠനത്തെയും തകിടം മറിക്കുമെന്ന് തീർച്ച. ഇന്നലെ അങ്ങനെ ഒരു നിലപാട്, ഇന്ന് ഇങ്ങനെ ഒരു നിലപാട് എന്ന് പ്രഖ്യാപിക്കാൻ മടിയില്ലാതെ സർക്കാരിന്റെ ഏറ്റവും പുതിയ മലക്കം മറിച്ചിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണ് എന്ന് പറഞ്ഞിട്ട് ശബരിമല പാരഡി വിഷയത്തില് സർക്കാരിന്റെ ഇരട്ടത്താപ്പ്, അല്ലെങ്കിൽ കേന്ദ്രം സിനിമകളുടെ കാര്യത്തിൽ വിലക്കേർപ്പെടുത്തിയപ്പോ അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിച്ച പാർട്ടിയും സർക്കാരും ശബരിമലയുടെ പേരിലുള്ള പാരഡിക്കെതിരെ വന്നതിനെ കുറിച്ച് വിമർശിച്ചുകൊണ്ടാണ് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ. സ്പോർട്സിലേക്ക് വരുമ്പോൾ ഒരുപാട് വാർത്തകളുണ്ട് സ്പോർട്സിൽ. അതായത് ഫൈനൽ ഡേ, കണ്ണൂർ വാരിയേഴ്സും തൃശൂർ മാജിക്കും നേർക്കുനേർ. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ സീസൺ 2ന്റെ ഫൈനലിൽ ഇന്ന് കണ്ണൂർ വാരിയേഴ്സ് FCയും തൃശൂർ മാജിക് FCയും തമ്മിലുള്ള പോരാട്ടം കണ്ണൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6-ന് ആരംഭിക്കും. 7:30-നാണ് കിക്ക് ഓഫ്. മികച്ച ഫോമുള്ള മുഹമ്മദ് സിനാൻ കണ്ണൂർ വാരിയേഴ്സിന്റെ കുന്തമുനിയായി മാറുമ്പോൾ എല്ലാ മത്സരവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനം ആത്മവിശ്വാസത്തിലാണ് തൃശൂർ ഫൈനലിൽ ഇറങ്ങുന്നത്. തൃശൂരിന്റെ ഫോർവേഡ് മാർക്കസ് ജോസഫ് സെമി ഫൈനലിൽ ഹാട്രിക് ഗോൾ നേടി ഫോം തിരിച്ചു പിടിച്ചതിന്റെ ആവേശവും ടീമിനുണ്ട്. വലിയ ആവേശത്തോടു കൂടി കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് കപ്പ് ഇന്ന് കേരള സൂപ്പർ ലീഗിന്റെ ഫൈനൽ നടക്കുന്നത്. മറ്റൊന്ന്, ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അവസാന 2020 മത്സരം ഇന്ന് അഹമ്മദാബാദിൽ നടക്കുകയാണ്. ഇന്ത്യ 2-1 മുന്നിൽ നിൽക്കുന്ന ടൂർണമെന്റ് ആണ്. കഴിഞ്ഞ മത്സരം മഞ്ഞു കാരണം ഉപേക്ഷിച്ചിരുന്നു. അതിന്റെ അവസാന മത്സരമാണ് ഇന്ന് നടക്കുന്നത്. സഞ്ജു സാംസൺ, ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ മലയാളി താരം സഞ്ജു സാംസൺ കളിക്കുമോ എന്നതാണ് ഇന്ന് ആരാധകർ ഉറ്റുനോക്കുന്നത്. മറ്റൊന്ന്, സയ്യിദ് മുഷ്താഖ് അലി കിരീടം ജാർഖണ്ഡിന് ഇടിവെട്ടായി ഇഷാൻ കിഷൻ. റെക്കോർഡുകളുടെ അകമ്പടിയോടുകൂടി ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ വെടിക്കെട്ട് തീർത്തപ്പോൾ സയ്യിദ് മുഷ്താഖ് അലി 2020 ടൂർണമെന്റിൽ ജാർഖണ്ഡിന് കന്നി കിരീടം. ഫൈനലിൽ ഹരിയാനയെ 69 റൺസിന് ജാർഖണ്ഡ് പരാജയപ്പെടുത്തി. ജാർഖണ്ഡ് 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 263 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിന് ഹരിയാന 18.3 ഓവറിൽ 193 റൺസിന് ഓൾ ഔട്ടായി. ഇഷാൻ കിഷൻ 49 പന്തിൽ 10 സിക്സും 6 ഫോറും ഉൾപ്പെടെ 101 റൺസാണ് നേടിയത്. ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ പിടിമുറുക്കുന്നു എന്ന വാർത്ത കൂടി മാതൃഭൂമി സ്പോർട്സ് പേജിൽ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നു, ആവേശപൂർവ്വം റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു ദുഃഖവാർത്തകളുടെ ഇക്വഡോർ ദേശീയ ഫുട്ബോൾ താരം മാരിയോ പിനോട് വെടിയേറ്റ് മരിച്ചു. തുറമുഖ നഗരമായ ഗുയാക്കലിൽ ബുധനാഴ്ചയാണ് സംഭവം. മോട്ടോർ സൈക്കിളിൽ എത്തിയ 2 പേരാണ് ആക്രമണം നടത്തിയത്. വേറെ ഒരു നിരാശാജനകമായ ഒരു വാർത്ത ആണ് ഇക്വഡോറിന്റെ ദേശീയ താരം വെടിയേറ്റ് മരിച്ചത്. ഇതും വലിയ ആവേശത്തോടു കൂടി തന്നെ മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് PSG-ക്ക്. ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോളിൽ ഫ്രഞ്ച് ടീം PSG ചാമ്പ്യന്മാർ എന്ന വാർത്ത കൂടി ഇന്ന് ഫുട്ബോൾ പേജിൽ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. മനോരമയിൽ പ്രധാനമായി കൊടുത്തിരിക്കുന്നത് കണ്ണൂരംഗം എന്ന തലക്കെട്ടോടുകൂടി ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയുടെ വാർത്തയിൽ നോ കോംപ്രമൈസ്, സഞ്ജു സാംസൺ കളിച്ചേക്കും എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും സ്പോർട്സ് അടക്കമുള്ള കൃത്യമായ അവലോകനമാണ് പ്രേക്ഷകർ കേട്ടിരിക്കുന്നത്. മലയാളത്തിലെ 2 പ്രധാന പത്രങ്ങളുടെ തലക്കെട്ടുകളും അതിന്റെ വാർത്തകളും വീക്ഷണങ്ങളും എല്ലാം തന്നെ ഞങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു. വീണ്ടും നാളത്തെ പ്രഭാതത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.